വിഷൻ പ്രേക്ഷകർക്കും റംലാൻ മുബാറക്. പുണ്യം നിറയുന്ന നക്ഷത്രപ്പൂ പന്തലിൻ താഴെ പെയ്തിറങ്ങുന്ന റംസാൻ നിലാവുള്ള ഈറൻ രാവൽ. ഇന്നത്തെ റംസാൻ നിലാവുളി ഇഫ്താർ വിഭവങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇഫ്താർ വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അരിയല്ലൂർ സ്വദേശിയായ ഷെറീനയാണ്. എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി ഷെറീന ഒരുക്കുന്ന സ്പെഷ്യൽ വിഭവം എന്ന് പരിചയപ്പെടാം. അതിന് നമുക്ക് ഷെറീനയെ സ്വാഗതം ചെയ്യാം. ഷെറീന, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നോമ്പായിട്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് എന്താണ് കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നൊരു ഈസി റെസിപ്പിയാണ് ത്രെഡ് ചിക്കൻ. നമ്മളതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ സമൂസ ബീഫ് കട്ട് ചെയ്തിട്ട് ഇതിൽ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്നാക്ക് പോലത്തെ ഒരു ഐറ്റമാണ്. പക്ഷെ ചിക്കനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്സ്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടോ? കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് ആണോ? അങ്ങനെ അത്ര ഉണ്ടാക്കിയിട്ടില്ല അത്, പക്ഷേ പൊതുവെ താല്പര്യപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഷെറീന നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ്? മെയിനായിട്ട് ചിക്കൻ തന്നെ, പിന്നെ ചെറിയ പീസാക്കി, എല്ലില്ലാത്ത കഷ്ണം ചെറിയ പീസാക്കി വെച്ചിട്ട്, പിന്നെ മുളക് പൊടി, ചിക്കൻ മസാല, കോൺഫ്ലവർ, കുരുമുളക് പൊടി, മുട്ട, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, സമൂസ ലീഫ്. ഓക്കെ, ഇതിലിപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് തോന്നിയ സാധനം, സമൂസ ലീഫ് ഇങ്ങനെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു ഷേപ്പിൽ ഇതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നത്. എങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്? ചെറിയ പീസാക്കി കത്രി വെച്ചിട്ട് മുറിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടന്നാലെന്നാ. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ബാക്കി പറഞ്ഞ പോലെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കോൺഫ്ലോർ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്തത് ചിക്കൻ, മുളകും പൊടി, ചിക്കൻ മസാല, കോൺഫ്ലവർ പൊടി 2 ടീസ്പൂൺ കോൺഫ്ലവർ, കുരുമുളക് പൊടി അധികം വേണ്ട, കുട്ടികൾക്കൊക്കെ എരിവിന് നോക്കിയിട്ട് കുരുമുളക് പൊടി, ഒരു മുട്ട മുഴുവനും, പാകത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി. നമ്മളെടുത്ത് വെച്ച എല്ലാ ഐറ്റംസും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കാണിച്ച പോലെ സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കാം, ഇല്ല വെച്ചെങ്കിൽ അപ്പോൾ തന്നെ സമയം പോലെ നമുക്ക് കുറച്ചുകൂടെ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലേ? നമ്മൾ എത്ര സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും ആ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത ഈ ഐറ്റം ഇതിൽ കോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനല്ല, ഇത് കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഇതിങ്ങനെ കോട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവള് മാരിനേറ്റ് ചെയ്തിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം കേട്ടോ. കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാം, സിമ്മിലിട്ടിട്ട്. ഓക്കെ, കുറച്ച് നേരം വേവണം. ഇതിപ്പോൾ വെളിച്ചെണ്ണ എന്ത് എണ്ണയിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ ചൂടാണാരെ നോക്കാം. അപ്പോൾ ഇത് പച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാതെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇത് ഇതിലെ മെയിൻ പ്രോസസ്സ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യലാണ്.
എന്നിട്ട് ഒരു പ്രധാന ഈസിനെസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉള്ളി ഇതൊന്നും അരിയണ്ട അല്ലേ? സാധാരണ രീതിയിൽ കട്ട്ലറ്റോ എന്തുണ്ടാക്കുകയാണെങ്കിലും കുട്ടികൾ കഴിക്കും, മടിയായിരിക്കും. ഇതാവുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പം നോമ്പായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടൊരു സാധനമാണ് ഈ സമൂസ ഷീറ്റ്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഒരു ഐഡിയ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണോ? യൂട്യൂബിൽ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളല്ലേ? അങ്ങോട്ട് വെക്കണോ? സിമ്മാക്കണോ? സിമ്മാക്കി ചെറിയ തീയിലോ? ഇതാക്കി ഞാൻ കൈ കഴിക്കില്ല, അല്ല നമുക്ക് ആക്കി വെക്കാം. എല്ലാ ഭാഗവും മറിച്ചിട്ട് മറിഞ്ഞിട്ട് പിന്നെ ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ. ആളുടെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. ഹസ്ബൻഡ് പുറത്താണോ? ദുബായിലാണ്. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടെയാണ്. പ്രത്യേകിച്ച് അതിലേക്ക് ഉള്ളി മസാലകളൊന്നും അധികം ആവശ്യമില്ല. കുറച്ച് സമൂസ ഷീറ്റും നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ചിക്കനും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ സൈഡും വേവിക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേവില്ല, അത് കരിഞ്ഞു പോവും. പിന്നെ ഉള്ളിൽ ചിക്കൻ വേവും. ഇത് കണ്ടില്ല? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ്. പിന്നെ എന്താ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോണു? കുട്ടികൾ എത്ര പേരാണ്? പഠിക്കാനോ? ഓക്കെ. എവിടെയാണ് ശരിക്കും സ്ഥലം? അയിരൂർ. പുത്തമ്പള്ളി എറമംഗലം. കണ്ടിട്ടില്ല. ഇത് നല്ലൊരു ഐഡിയ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈസിയാണ്. അതായത് ഇപ്പോൾ ഒരു പെട്ടെന്ന് നോമ്പാണ്, ക്ഷീണമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലെങ്കിൽ, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഇത്. ഞാൻ ആദ്യം ഈ സമൂസൻ്റെ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അതാദ്യം പൊരിച്ചെടുത്തിട്ട് വേറെ എന്തൊക്കെയോ പരിപാടിയാണെന്നാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം സിമ്പിളാണ്. അതായത് ഓവർ നമ്മൾ കട്ട്ലറ്റിൻ്റെ മാതിരി മറ്റേ ബ്രെഡ് ക്രംസ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സമൂസ കഴിക്കണ വരെ തന്നെ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവും എന്തായാലും. അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല, കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട്. പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ബ്രൗൺ കളർ. നിങ്ങളെ നാട്ടിൽ ഈ പുലർച്ചയ്ക്കൊക്കെ ഉള്ള നമ്മൾ അത്താഴത്തിന് എണീക്കുമല്ലേ, അന്നേരം എന്തൊക്കെയാണ് സാധാരണ നോമ്പ് തുറക്കുമ്പോഴുള്ള വിഭവം തന്നെയാണോ, അല്ലെങ്കിൽ ചോറ്? ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചോറ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചോറ് തന്നെ? അതെ, ചോറാണ്. പിന്നെന്താ? എന്താണ് അവിടെ എന്താ സ്പെഷ്യൽ? എന്താണോ പത്തിരി ആണെങ്കിൽ ഐറ്റംസ് തന്നെ.
പഴയ ആൾക്കാർക്കൊക്കെ ചോറാണ് നിർബന്ധമാണ് ചോറും മറ്റെന്താ താളിച്ച ഐറ്റംസ് ഒക്കെ. ഏതായാലും കുഴപ്പമില്ല. മീൻകറിയായാലും മക്കൾക്കൊന്നും ഇഷ്ടം. ഒരു ഇത് ആയി. അപ്പോൾ നമ്മളുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ മയണൈസോ പിന്നെ സോസോ എന്തെങ്കിലും ഒരു സൈഡായിട്ട് ഡിപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്പായിരിക്കും. ഇത് നമുക്ക് തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും. സമൂസയുടെ ആ ഒരു ഓറൽ സംഭവം തന്നെ. അകത്ത് ഫില്ലിങ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ സിമ്മിലിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ല. ഓൾറെഡി വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. പിന്നെ അതിന് സൈഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പിങ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. കെച്ചപ്പോ ഇനിയിപ്പോൾ ചമ്മന്തി നമ്മൾ ചട്നി പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ അതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ഡിപ്പിങ്സും യൂസ് ചെയ്യാം. മയണൈസാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഹോം മെയ്ഡ് മയണൈസൊക്കെ നമ്മളിനി കൊണ്ടുവരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ മയണൈസൊക്കെ തന്നെ അതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. എന്താണെങ്കിലും വളരെ ഓവർ വെരി സ്പൈസി ഒന്നും അല്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈസി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ത്രെഡാണ്. ഷെറീൻ ഉണ്ടാക്കിയ ഈ ഈസി സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും റംസാൻ മുബാറക്ക്.